വഴി പോകണം. ഏതൊരു ഇതും ഇല്ല. അത് ജനങ്ങൾ അത്രയ്ക്ക് ആ ബുദ്ധിമുട്ടാണ്. അത് ഓടയും അത്രയ്ക്കുള്ള ബുദ്ധിമുട്ടുണ്ടത്. ഓടയൊന്ന് ബൈക്ക് വന്നിരുന്നാലും ശരി തന്നെ, അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടത്. ഞാനും ഇന്നലെ വന്ന് വീഴുന്ന് ആ കരിമടത്തിൻ്റെ അവിടെ. അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടത്. എങ്ങനെ വേണോ അവന്ന് ഓട അത് കുഴിച്ചിട്ടേക്കണ്. വന്നിട്ട് ഞാൻ തിരിച്ചു പോയി. അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടത്. വീട് എവിടെയാ? അവിടെ എൻ്റെ വീട് മണക്കാട് കുരിയാത്തി, നളന്ത ജംഗ്ഷൻ. എത്ര നാളായിട്ട് ഇങ്ങനെ കിടക്കുക? ഇത് കിടക്കണം എന്ന് പറഞ്ഞാൽ 6 മാസമായി ഇത് കിടന്നിട്ട്. ഒരു സൈഡ് ഇത് ആക്കിയിട്ട് അവർ ചെയ്യാത്തത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് ജനങ്ങൾക്ക്. ഇത് യഥാർത്ഥത്തിൽ ഇത് അറിയില്ല. വെള്ളം അടിച്ചു കൊണ്ട് വന്ന് ഓട വീഴുന്നെന്ന് പറയും. ഈ പലയിടത്തും ഈ വീടിന് മുന്നിലൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നു. അവർക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഏതൊരു ഇതും ഇല്ല. ഡ്രൈനേജ് വെള്ളം, മൊത്തം ഡ്രൈനേജ് വെള്ളമാണ്. വല്ലാത്ത ദുഃഖമാണ് നമുക്ക്. എവിടെയാ വീട്? എന്താ ഒരു സ്ഥിതി എന്താ ചേട്ടാ ഇവിടെ? ഇവിടെ ഇപ്പോൾ ഒരു സ്ഥിതി കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. വെള്ളത്തിന് മഴ നേരത്തെ മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുള്ളതെന്നല്ലോ, കാലാവസ്ഥ നിരീക്ഷണം തീവ്ര മഴ ഉണ്ടാവുമെന്ന്. അതിൻ്റെ ഒരു മഴയുണ്ട്. അപ്പൊ ഈ റോഡിൽ ഇങ്ങനെ ഈ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. അത് റോഡ് ഓടയാണത്. വെള്ളം കയറി കിടക്കണല്ല, ഓട കെട്ടാൻ വേണ്ടിയാണ്. ഏതാ ഓട? ഇത് ഓടയാണ്. ഈ കടകളിലോട്ട് വെള്ളം കയറുന്നത് ആളുകൾക്ക് വീടിന് പുറത്തിറങ്ങാത്തതൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല. താങ്കൾ ചോദിച്ചതിന് മറുപടി പറയണം. ഇതിപ്പോൾ ഓടയാണ്. ഈ ഓട കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയുള്ള കുഴിയെടുത്ത് കെട്ടിക്കൊണ്ടിരിക്കുന്നു. മഴ പെയ്തു, അതിൻ്റെ വെള്ളമാണ് കെട്ടിക്കിടക്കുന്നത്. അത് മഴ തോരുമ്പോൾ അത് മാറും, ഓട കെട്ടും. യാതൊരു ബുദ്ധിമുട്ടുമില്ല. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പം മാതൃഭൂമിക്ക് പരിഹരിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടുണ്ട്. പരിഹരിക്കേണ്ടവരെന്ത് ചെയ്യുന്നു? പരിഹരിക്കേണ്ടവർ അത് മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാ വർഷവും കാലവർഷവും വേനൽ മഴയൊക്കെ ഉണ്ടാവുന്നതന്നല്ലോ. ഇവിടുത്തെ സ്ഥിതി മഴ പെയ്തുകൊണ്ട് മാത്രമാണോ? ഇവിടുത്തെ ഈ പ്രശ്നം മഴ പെയ്തുകൊണ്ടാണ്? ഇവിടുത്തെ സ്ഥിതി ഇപ്പം മഴ പെയ്തുകൊണ്ടാണ്. പണിയിടക്കല്ലേ. ആ പണി എന്ന് 2 മാസങ്ങൾക്ക് മുമ്പ് തീരുമെന്ന് പറഞ്ഞ പണിയാണ്. ആ പണി ഇങ്ങനെ ഈ മാസം 31-ാം തീയതി പണി തീർത്തു കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. 24-ാം തീയതി തീരുമെന്ന്, അതായത് മാർച്ച് 24-ന് തീരുമെന്ന് ആദ്യം മേയർ പറഞ്ഞായിരുന്നു. അതിനുശേഷം ഏപ്രിലിൽ തീരുമെന്ന് മന്ത്രി പറഞ്ഞായിരുന്നു. ആ പണി തീർന്നിട്ടില്ല. ഇവിടെ ഇപ്പൊ നേരത്തെ സംസാരിച്ചവരൊക്കെ പറഞ്ഞു അവർക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ആരും പുറത്തൊന്നും ഇറങ്ങുന്നില്ലല്ലോ. ഇവിടെ എല്ലാവരും വീടിനൊക്കെ പുറത്ത്. ഇതേപോലെ വലിയ കിടങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ എന്ത് സുരക്ഷാ സംവിധാനം ഉണ്ട്? അതുകൂടെ എല്ലാവർക്കും അറിയാം. ഇവിടെ ഉള്ള ആളുകൾക്ക് എത്രയും അറിയാം. ഇവിടെ ഉള്ള ആളുകൾ മാത്രമാണോ തിരുവനന്തപുരത്ത് ഇതിലെ യാത്ര ചെയ്യുന്നത്? അല്ല, എല്ലാവരും കൂടെ ഓടയിൽ കൂടെ ആരും യാത്ര ചെയ്യാറില്ലല്ലോ. ഈ കടയിലോട്ട് ഒരാൾക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ കടയിൽ പോകണ്ട, വേറെ കട ഉണ്ടല്ലോ. ഇതൊക്കെയാണ് ന്യായീകരണങ്ങൾ. കാരണം മാതൃഭൂമിയുടെ ജോലിയാണിത്. ഈ ജനങ്ങളുടെ ദുരിതം പറയേണ്ടത് മാതൃഭൂമിയുടെ ജോലിയാണ്. അപ്പൊ ന്യായീകരിക്കാൻ ഇങ്ങനെ പല ന്യായീകരണങ്ങൾ ഈ നഗരസഭയുടെ അധികൃതർ ന്യായീകരിക്കുന്ന പോലെ ചില ആളുകളൊക്കെ തന്നെ വന്ന് ന്യായീകരിക്കുന്നുണ്ട്. അവരുടെ ന്യായീകരണം കേൾക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ചിരിയാണ് വരുന്നത്. ഇതാണ് ജനങ്ങളുടെ ഈ ഒരു സ്ഥിതി, ഈ ഒരു ദുരിതം. ഇതൊക്കെ ഇത്രയധികം തരത്തിൽ നിസ്സാരവൽക്കരിച്ച് കാണുന്ന ഒരു സമീപനവും പല ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ശരി, ആ കടയിലേക്ക് എങ്ങനെ പോകുമെന്ന് ചോദിക്കുമ്പോൾ ആ കടയിൽ പോകേണ്ട വേറെ കടയിൽ പോയാൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. ആ കടയുടെ റെന്റും ആ കടയെ ജീവനോപാധിയായിട്ട് സ്വീകരിച്ചിരിക്കുന്ന കുടുംബത്തിന്റെ ചെലവും ഒക്കെ പിരിവെടുത്ത് കൊടുത്തിട്ട് ഇമാതിരി ഡയലോഗ് പറഞ്ഞാൽ കേട്ടാൻ കുറച്ച് രസമുണ്ടായിരുന്നു.